ബി.ജെ.പിക്കെതിരായി RSS കൊമ്പ് കോർക്കുന്നത് രൂക്ഷമാവുന്നുവെന്നത് വസ്തുതയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളവും ഫലം വന്ന ശേഷവും ഇക്കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന് പിന്നാലെ RSS മുഖപ്രസിദ്ധീകരണം തന്നെ ബി.ജെ.പിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കേറ്റ തിരിച്ചടിയാണ് RSS മുഖപ്രസിദ്ധീകരണമായ ഓർഗനൈസറിന്റെ വിമർശനത്തിനിടയാക്കിയത്. അതേക്കുറിച്ച് നോക്കാം. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. മോദി പ്രഭാവത്തെയും മറ്റു ചില ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തെയും മാത്രം ആശ്രയിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതിയതിൽ പാളിച്ച പറ്റി. ജനങ്ങളിലേക്ക് എത്തുന്നതിൽ നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തൽ. താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നില്ല. പാർട്ടിക്കായി ജീവിതം സമർപ്പിച്ച മുതിർന്ന നേതാക്കളെ തഴഞ്ഞെന്നും പുതുതലമുറയിലെ സെൽഫി ആക്ടിവിസ്റ്റുകളെ ഉയർത്തിയത് തിരിച്ചടിയുണ്ടാക്കിയെന്നും എന്നിങ്ങനെ RSS നേതാവ് രത്തൻ ശാർദ, ഹേമാംഗി സിൻഹ, സന്തോഷ് കുമാർ എന്നിവർ എഴുതിയ ലേഖനത്തിൽ ബി.ജെ.പിക്കെതിരായ കുറ്റപ്പെടുത്തലുണ്ട്. ബി.ജെ.പി നേതാക്കളും പ്രവർത്തകരും അവരുടെ ചെറുലോകത്ത് അടച്ചിരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലയൊലികൾ ആസ്വദിച്ചു. മോദിയുടെ 400 സീറ്റ് എന്ന പ്രഖ്യാപനം ബി.ജെ.പിയുടെ ലക്ഷ്യമാണോ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനാണോ എന്ന് പ്രവർത്തകർക്ക് പോലും മനസ്സിലായില്ല. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വൻതോതിൽ നേതാക്കളെ അടർത്തിയെടുത്തത് തെറ്റായിപ്പോയി. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ടത് വൻ തിരിച്ചടിയായി. ഉദ്ഘാടനത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ത്യാഗം സഹിച്ച സാധാരണക്കാരെ അവഗണിച്ചു. സെലിബ്രിറ്റികൾ മാത്രമായിരുന്നു അതിഥികൾ എന്നതടക്കം ഗൗരവമേറിയ വിമർശനമാണ് ഓർഗനൈസർ മുന്നോട്ട് വെച്ചത്. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ജൂൺ 10 വിമർശനം ഉന്നയിച്ചത്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ധാർഷ്ട്യം കാണിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത കാട്ടിയില്ലെന്നുമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അതിൽ അഭിരമിക്കില്ല, താനത് ചെയ്തുവെന്ന് അഹങ്കരിക്കില്ല. അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ സേവകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാകൂവെന്നും പ്രധാനമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോഹൻ ഭാഗവത് വിമർശന ശരം എയ്തത് ബി.ജെ.പിയെ തെല്ലൊന്നുമല്ല കുഴപ്പത്തിലാക്കിയത്. ബി.ജെ.പിയെ RSS കൈവിടുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളവും ഫലം വന്ന ശേഷവും നമ്മൾ കണ്ടത്. UP-യിലെ ആകെയുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ NDA ആകെ 36 സീറ്റുകൾ മാത്രം നേടിയപ്പോൾ ഇന്ത്യ മുന്നണി 43 സീറ്റാണ് നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിലും രാജ്യത്തും തന്നെ എളുപ്പത്തിൽ ജയിച്ചു കയറാൻ വേണ്ടിയാണ് അയോധ്യ രാമക്ഷേത്രം പോലും ബി.ജെ.പി കെട്ടിപ്പൊക്കിയത്. എന്നാൽ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് അടക്കം ബി.ജെ.പിയെ കൈവിട്ടു. RSSന്റെ പിന്തുണ നഷ്ടപ്പെട്ടതാണ് ഈ തിരിച്ചടിക്ക് സാഹചര്യം സൃഷ്ടിച്ചതെന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടു പിടിക്കാൻ വേണ്ടി RSS ഇറങ്ങാതിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ ബി.ജെ.പിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. പ്രചാരണത്തിൽ ഇറങ്ങിയില്ലെങ്കിലും വോട്ടെങ്കിലും കിട്ടുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതും ഫലം കണ്ടില്ല. CAA പ്രാബല്യത്തിൽ വരുത്തിയതും കശ്മീരിന്റെ പദവി റദ്ദാക്കിയതും രാമക്ഷേത്രം നിർമ്മിച്ചതുമടക്കം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മൂർച്ചക്കൂട്ടുന്നതെല്ലാം ബി.ജെ.പി ചെയ്തെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചില്ല. ഇതെല്ലാം നടപ്പിലായെങ്കിലും തങ്ങൾക്ക് വേണ്ടത് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന വീടും വിദ്യാഭ്യാസവും തൊഴിലും അടക്കമുള്ളതാണെന്നും അത് തങ്ങളുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഭരിച്ചിട്ട് പോലും ലഭിച്ചില്ലെന്നാണ് UP-യിലെ RSS പ്രവർത്തകർ അടക്കം തെരഞ്ഞെടുപ്പ് വേളയിൽ ചൂണ്ടിക്കാട്ടിയത്. മുൻ രാഷ്ട്രപതി വെങ്കയ്യ നായിഡു, RSS നേതാവ് രാം മാധവ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തി ബി.ജെ.പിയെ വിമർശിച്ചിരുന്നു. ബി.ജെ.പിയുടെ മാതൃസംഘടനയായ RSSന്റെ സഹായം ഇനി ആവശ്യമില്ലെന്നും ബി.ജെ.പി വളർന്നെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് അധ്യക്ഷൻ JP നദ്ദ വീരവാദം ഉന്നയിച്ചതും വലിയ വാർത്തയായി. ബി.ജെ.പിയുടെ ഈ പ്രസ്താവനയും നീക്കവുമടക്കമാണ് ആ പാർട്ടിയെ RSS കൈവിടാൻ കാരണമായതെന്ന് നിസ്സംശയം പറയാം.